നമസ്കാരം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മസിൽ മാൻ ജിൻഡയെ കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട്. തമാശ എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിയെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര പുള്ളിയുടെ വായിന്ന് വീഴുന്നതെല്ലാം പൊട്ടിച്ചിരിക്കാനുള്ള കേസായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് ചിരിച്ചു. ഈ പറഞ്ഞ ഷിജോയുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ ഷിജോ വെറുതെ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ബിഗ് ബോസ് ഫിസിക്കൽ അസാൾട്ട് എന്നെ നുള്ളി എന്നെ പിച്ചി എന്ന് പറയും. ഇത്രയും മസിലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ സത്യം പറഞ്ഞ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു. പക്ഷെ എന്താ പറയുക, ഒരു എന്റർടൈനർ ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റും. കാരണം ഈ മണ്ടത്തരങ്ങൾ കൊണ്ടുള്ള എന്റർടൈനിങ് ആണ്. അതിനുശേഷം അതിന്റെ ബിഗ് ബോസ് എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി മൊത്തം എന്ത് ചെയ്തു പുറത്തിരുന്നാണ് കിടന്നത് മൊത്തം. ഇന്ന് അതിനെക്കൊണ്ട് വലിയൊരു ട്വിസ്റ്റ്, അതായത് ഷിജോ ഇന്നത്തെ ലൈഫ് സ്റ്റോറിയിൽ ഷിജോ പറഞ്ഞായിരുന്നു അവന്റെ ഒരു ഫ്രണ്ട് എവിടെ ഉണ്ട്, പട്ടാളത്തിലുണ്ട്. പട്ടാളത്തിൽ ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവിടെ ബുള്ളറ്റ് കിട്ടില്ല, നമ്മൾ ഓട്ടിക്കുന്ന ബുള്ളറ്റാണ്. അപ്പോൾ ബുള്ളറ്റ് കിട്ടില്ല. ആ ബുള്ളറ്റിനെ നമ്മൾ അത് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് അതിന്റെ പേർ പാസ്സൊക്കെ മാറ്റി നല്ല രീതിയിൽ ആൾട്രേഷനൊക്കെ വരുത്തി നമ്മൾ വിറ്റ് അങ്ങനെ ശ്രമിച്ചു. പക്ഷെ എനിക്ക് നഷ്ടമായിരുന്നു അത് വിറ്റിട്ട്. എനിക്ക് 10,000 രൂപ കുറച്ച് എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതും എനിക്ക് ഫ്ലോപ്പ് ആയിരുന്നു എന്ന് ഷിജോ പറഞ്ഞു. അതിന് നമ്മുടെ ജിൻഡോ വന്നിരുന്നത്. ഈ പറഞ്ഞ രതീഷുണ്ട്, അൻഷിബയുണ്ട്, അവരെ മൂവരും കൂടി കൂടിയിരിക്കുമ്പോൾ ഈ പറയുന്ന ജിൻഡോ പറയാണ്, അവൻ ഇന്ന് രാവിലെ പറഞ്ഞ കഥ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ്? അതായത് പട്ടാളക്കാരന്റെ ബുള്ളറ്റ് വാങ്ങി ഇവൻ വിൽക്കാൻ ശ്രമിച്ചു. എന്ത് ബുള്ളറ്റ്? തോക്കിലെ ബുള്ളറ്റ്. എന്റെ ഇമാതിരി മനുഷ്യ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു ചത്തു. ഈ ഒരു സീന് ഞാൻ കണ്ടേ. പറയാ ഇവ അതിന് ആ രീതിയിൽ ആക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിനെ വായിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആൾട്ടർനേഷനൊക്കെ ചെയ്തുകൊണ്ട് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ഇവനത് പറയുന്നത് അങ്ങനെ ഒരു അർത്ഥം അതിനില്ലേ. അതായത് പട്ടാളക്കാരനെ മെൻഷൻ ചെയ്തു. അതായത് അവിടെ ബുള്ളറ്റില്, അതായത് തോക്കിലെ ബുള്ളറ്റില്, ആ ബുള്ളറ്റ് അവൻ അവിടെ നിന്നെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്റെ ജിൻഡോ ആണ് നിങ്ങളുടെ ഈ ബോഡിയും നിങ്ങളുടെ ഈ വാക്കുകളും ഇന്നലെ അയ്യോ എല്ലാം പിച്ചി. സത്യം പറഞ്ഞ ഒരു കോമഡി കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കേണ്ട ജിൻഡോ പക്ഷേ ഒരു എന്റർടൈനർ കൂടിയാണ്. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.